അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഇടിയഞ്ചിറ റെഗുലേറ്റർ സന്ദർശിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. 5 കോടിയിലധികം രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തിയാക്കിയ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളിലെ ചോർച്ച പരിഹരിക്കാതെ താൽക്കാലിക ബണ്ട് പൊളിക്കാനുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ നീക്കം ചൊവ്വാഴ്ച നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്ന് റെഗുലേറ്റർ സന്ദർശിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. റെഗുലേറ്ററിന്റെ നിർമ്മാണം പൂർണ്ണമായി പൂർത്തിയായിട്ടില്ലെന്നും ഷട്ടർ തുറക്കാതെ തന്നെ ഇരുഭാഗങ്ങളിലും ജലനിരപ്പ് തുല്യമായി നിലനിൽക്കുന്നത് ഷട്ടറിന്റെ ചോർച്ചയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ചോർച്ച പരിശോധിച്ചുറപ്പാക്കിയ ശേഷമേ താൽക്കാലിക ബണ്ട് പൊളിക്കാൻ അനുവദിക്കൂ എന്ന് സംഭവസ്ഥലത്തെത്തിയ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. വർഷങ്ങളായി താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായാണ് ഏകദേശം 5 കോടി രൂപ ചെലവഴിച്ച് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. വെങ്കടം പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, വൈസ് പ്രസിഡന്റ് MK ഹബീബ്, മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷീജു, ഉദ്യോഗസ്ഥരായ മെക്കാനിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ, സിവിൽ എഞ്ചിനീയർ വിഭാഗം ഓഫീസർ ഗോപിക തുടങ്ങിയവരുമായി ചർച്ച നടത്തി. ആൾക്ക് ഷട്ടറിന്റെ കാര്യങ്ങളാണ് അതിനെ പറ്റിയിട്ട് നോക്കുന്നത്. മറ്റുള്ളവരും കൂടി വന്നതിന് ശേഷം ഇതെന്താണെന്ന് വെച്ചാൽ അത് അവിടെ വെള്ളം വറ്റിച്ചിട്ട് തന്നെ നമുക്ക് നോക്കണം. കാരണം കല്ലുകളോ മറ്റോ അടിയിൽ നിന്ന് അതുമേലാണ് ഈ റബ്ബർ നിൽക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവർക്കത് ഫില്ലായെന്ന് തോന്നുകയും ലീക്ക് കാണുന്ന ഈ കാര്യം പരിഗണിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പം നിലവിൽ നീക്കുള്ളത് കൊണ്ടാണ് ആ ലീക്കുള്ളത് കൊണ്ടാണ് ഇപ്പൊ 2 സൈഡിലും ഈക്വലായിട്ട് വെള്ളം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കുറവോ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതല്ലാത്തത് കൊണ്ട് നമുക്കിത് ലീക്കാണ് എന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് സുതാര്യമായ രീതിയിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ നാട്ടുകാരെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന 2 പഞ്ചായത്തും, മുല്ലശ്ശേരി പഞ്ചായത്തും അതുപോലെ വെങ്കടങ്ങ് പഞ്ചായത്തിലെയും ഭരണസമിതികളെയും അവരത് വേണ്ട വിധത്തിൽ അത് കാണിച്ചു തന്നതിന് ശേഷം തന്നെയാണ് ഈ പണി പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും വളരെയേറെ കാര്യങ്ങൾ ഇതിലിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ അവിടെ വാർക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായ സംഭവം നമുക്കറിയാം. കമ്പി ഇല്ലാണ്ടാണ് കോൺക്രീറ്റ് ഇട്ടത്. എന്നിട്ട് അതൊക്കെ വാരി മാറ്റിയിട്ടാണ് ജനങ്ങൾ തടഞ്ഞു. നമ്മളെപ്പോഴും ഇവിടെ വന്ന് നോക്കില്ലല്ലോ. അപ്പം അതുപോലെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഈ പണിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് വളരെ സംശയമുണ്ട്.